ലാസ്റ്റ് ടൈം നമ്മൾ അറ്റ്ലസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെപ്പറിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ബിഗിൻ. സോ പെപ്പർ റോബോട്ട്. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് അറ്റ്ലസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അറ്റ്ലസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിസിക്കലി ഭയങ്കര സ്ട്രെങ്തനാണ്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്നൊക്കെ പറയാം. അതായത് പെപ്പർ റോബോട്ട് എന്ന് പറയുമ്പോൾ ഈ റോബോട്ട് വന്നിട്ട് ഇമോഷണലി സ്ട്രോങ് ആണ്. ഒരാളെ കണ്ടിട്ട് ആൾ വിഷമിച്ചിരിക്കുകയാണോ അതോ ഹാപ്പി ആയിട്ടാണോ ഇങ്ങനെ ഒരു ഇമോഷണലി നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പെപ്പർ റോബോട്ട് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ബാങ്ക് ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2014 ഈ റോബോട്ട് വരുന്നത്, ജപ്പാൻ. ഓക്കെ, സോഫ്റ്റ് ബാങ്ക് വന്നിട്ട് ഇത് 2015 ലോഞ്ച് ചെയ്ത് 60 സെക്കൻഡ്സിനുള്ളിൽ ഇതിൻ്റെ ഒരു 1000 പീസ് സോൾഡ് ഔട്ടായി. ഓക്കെ, സോ അത്രയും ഒരു വല്ലാത്തൊരു ഇമ്പാക്റ്റാണ് റോബോട്ടിക് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ, അതായത് റോബോട്ട് വാങ്ങിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയി വന്ന റോബോട്ടാണ്. വളരെ ക്യൂട്ടാണ് കാണാൻ. റോബോട്ട് ഹൈറ്റ് വന്നിട്ട് 47.6 ഇഞ്ചസ് ഉണ്ടാവുക, 1.2 മീറ്റർ ഹൈറ്റ്. കുഞ്ഞൻ റോബോട്ടാണെങ്കിൽ കൂടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കുറേ ലൈക്ക് കൺട്രീസിൻ്റെ പ്രസിഡൻ്റൊക്കെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് കുറേ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ലോഞ്ച്ഡ് ഇൻ 2014-15. ഓക്കെ, ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. 2021 ഇവർ പ്രൊഡക്ഷൻ നിർത്തി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവർ പ്രൊഡക്ഷൻ നിർത്തുമ്പോൾ ഓൾറെഡി 27,000 യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 15 ലോഞ്ച് ചെയ്തിട്ട് 15 കഴിഞ്ഞ് 16, 17, 18, 19 ആകുമ്പോഴേക്കും നമ്മുടെ ഈ കൊറോണ വന്നപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആയി കിട്ടി. അതിനുശേഷമാണ് 2021 അവർ പ്രൊഡക്ഷൻ നിർത്തുക എന്ന് പറഞ്ഞത്. മാർക്കറ്റിംഗ് ഓഫ് റോബോട്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $1,500 1,30,000 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇത് സെയിലായത്. ഈ 1000 യൂണിറ്റ് സെയിലായി എന്ന് ഇവർ പറയുമ്പോഴും ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാനാണ്. ഓക്കെ, 1,30,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊണ്ടുപോകാം. നമ്മൾ കാർ ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കൂലേ, അതുപോലെ ഒരു 6 ലക്ഷം റേഞ്ചിലാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിരുന്നത്. പക്ഷേ ഇത് ഈ എമൗണ്ടിൽ നിൽക്കൂല കേട്ടോ. അത് അതിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റോബോട്ട് വന്നിട്ട് നമുക്ക് 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോബോട്ടിനെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓക്കെ, ഇത് വന്ന് ലോഞ്ച് ചെയ്ത് ഡേ 1 60 സെക്കൻഡിനുള്ളിൽ 1000 യൂണിറ്റ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ആവും അല്ലേ. ലോഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് പ്രാക്ടിക്കലി കാണും. അതുവരെ കൊമേഴ്ഷ്യൽസ് ആണ് അല്ലേ. സോ പ്രാക്ടിക്കലി പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇമോഷണലി കുറേയൊക്കെ ഇത് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. എന്താണ് സ്ട്രെസ്ഡ്, എന്താണ് ടെൻഷൻ. ഓക്കെ, ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തരാം. അതായത് ഞാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വീഡിയോ എൻ്റെ അടുത്ത് കാണണം. ഇപ്പോൾ 2 പെപ്പറുണ്ട് ഇവിടെ. ഞാൻ 2ാമത്തെ പെപ്പറിന് സംസാരിക്കാൻ പോയതാ. കൈ കാണിച്ചപ്പോൾ കൈ കൊടുത്ത് എന്നെ തൊടുന്നാണ് അത് പറയുന്നത് ബേസിക്കലി. അതിനുശേഷം മറ്റേ റോബോട്ടിനെ ശ്രദ്ധിക്കട്ടാ. ഹായ് പെപ്പ, എന്താ സംഭവിക്കുന്നത്? റോബോട്ട് ഒരു അസൂയ ഫീലിങ് കണ്ടാ. വാക്യൂം ക്ലീനോ ക്ലീൻ ചെയ്യാം. അവളെൻ്റെ ഭാര്യ എന്നാണ് വിചാരം. ഓക്കെ, അപ്പോൾ പിണങ്ങി. അതായത് ഇവർ ബേസിക്കലി പെപ്പറിനെ ഇമോഷൻസ് പഠിപ്പിച്ചു. ഇത് ഡാൻസ് ചെയ്യാണ് പെപ്പർ. Okay, so it's basically dancing with me. Here, Sandy is here. ഓക്കെ, അതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ച അത് 3D സ്കാനിങ് ആണ്. അതായത് അതിൻ്റെ റൈറ്റ് സൈഡിലെ ഐ എന്ന് പറയുമ്പോൾ അത് സ്കാൻ ചെയ്യും ആൾക്കാരെ. അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒബ്ജക്റ്റ് റെക്കഗ്നൈസ്. പെപ്പർ ഈസ് ആക്ച്വലി ആൻ ഇമോഷണൽ റോബോട്ട്. ഇവർ പറയുന്ന ഇമോഷൻ ഇൻ്റലിജൻസ് ഉള്ള റോബോട്ടാണ്. നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ കണ്ടിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഈ റോബോട്ടിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ടീച്ചിങ് കോഡിംഗ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ 1000 പിക്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഫേസ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിനോട് പറഞ്ഞു കൊടുക്കുകയാണ്
ഈ പിക്ചറിൽ കാണുന്ന ആൾ സാഡാണ്, ഈ പിക്ചറിൽ കാണുന്ന ആൾ കൺഫ്യൂസ്ഡ് ആണ്, ഈ പിക്ചറിൽ ലോഫിംഗ് ആണ്, സ്മൈലിംഗ് ആണ്. ഇങ്ങനെ ഒരു 1000 പേരെ കാണിച്ചിട്ടുള്ള പിക്ചറിൻ്റെ ഒരു അൽഗോരിതം സോഫ്റ്റ് ബാങ്കിൻ്റെ പെപ്പർ റോബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് സ്കാൻ ചെയ്തെടുക്കുമ്പോൾ അതിന് മനസ്സിലാവും, ഓക്കെ ദിസ് ഈസ് കോൾഡ് സാഡ്. അപ്പോൾ ആ സാഡ് ആണെങ്കിൽ എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു ബേസിക് സിമ്പിൾ പ്രോഗ്രാമിംഗ് ആണ്. ഇവിടെ പെപ്പർ എന്തുകൊണ്ടാണ് നിർത്തലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വാസ് ആക്ച്വലി സോ ബാഡ് ടു ബി ഓണസ്റ്റ്. ഓക്കെ, സോഫ്റ്റ് ബാങ്ക് ആണ്, കാര്യങ്ങളാണ്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് റോബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് മാത്രം പോരാ, ഇതിൻ്റെ എല്ലാ സെക്ഷനും അറിഞ്ഞിരിക്കണം. ഹാർഡ്വെയർ സെക്ഷൻ, സോഫ്റ്റ്വെയർ സെക്ഷൻ, മാർക്കറ്റിംഗ്, എവറിത്തിങ്. സോ 1.25 ലക്ഷത്തിനൊക്കെ ഇത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ടിനെ കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഡ്രീമാണ് അല്ലേ. അങ്ങനെ ഇനീഷ്യലി ഇവർ 60 സെക്കൻഡിലുള്ള 1000 റോബോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഫസ്റ്റ് പ്രോബ്ലം വന്നത് ഇതിൻ്റെ റെക്കഗ്നീഷൻ. ഞാൻ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ 3D നാവിഗേഷൻ സിസ്റ്റമാണ് വരുന്നത്. സ്പെസിഫിക്കേഷൻസിലേക്ക് പോവാം നമുക്കിനി. അപ്പോൾ ഇത് പെപ്പറിൻ്റെ ഡാറ്റ ഷീറ്റാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ഷീറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, സോ പെപ്പർ ആദ്യം നോക്കുക. അതിൻ്റെ പാക്കേജിങ് സൈസാണ് ഫസ്റ്റ് മുകളിൽ ഇവിടെ കൊടുത്തേക്കുന്നത്, ബോക്സിൻ്റെ സൈസ്. ദെൻ വെയിറ്റ് ഏകദേശം ഒരു 30 kg താഴെയാണ് വെയിറ്റ് വരുന്നത്. ഇത് ഓപ്പറേഷനായിട്ട് ആൾക്കാരായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 hours നിൽക്കും. ഇതിലൊരു സ്റ്റാൻഡേർഡ് കുറച്ചൊക്കെ നിന്ന് ഇൻ്റർവെൽ എടുത്ത് അങ്ങനെ ആൾക്കാർ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് 12 hours എടുക്കും. ഈ 20 hours പറയുമ്പോൾ സ്റ്റാൻഡ് ബൈ ആണ്. ഒരു പണി എടുക്കാണ്ട് വെറുതെ ഓൺ ചെയ്ത് നമ്മൾ ഫോണ് നമ്മൾ ഒരു കോളോ ബ്ലൂടൂത്ത് ഒന്നും കണക്ട് ചെയ്യാണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം കിട്ടില്ലേ. അതുപോലെ 20 hours. ഈ എല്ലാ റോബോട്ടിനും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉള്ളത് അതിലൊരു സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് 20%, 30% പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ പെർസെൻറ്റേജ് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജർ എവിടെയാണോ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് ആ ചാർജറിൻ്റെ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുവിധ എല്ലാ റോബോട്ടിനും ഒരു ബേസിക് ഇൻഫർമേഷനാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇത് ടാബ്ലറ്റ് സൈസാണ്. അത് നടുക്കിൽ അതിൻ്റെ ഹാർട്ടിൻ്റെ അവിടെ ആയിട്ട് നമുക്കറിയാമല്ലോ സ്ക്രീൻ ഉണ്ട്, അതുമില്ലാണ് മെയിൻലി ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. ഓക്കെ, ഇവിടെ ലേ സൈസ് പറഞ്ഞിട്ട് ഓക്കെ ക്ലാസ് 1M. ഓക്കെ, ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ഒക്കെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു ലേസർ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ലേസർ ബോക്സിന് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു കീപ്പ് ഇറ്റ് അവേ ഫ്രം ദ ഹ്യൂമൻ ബോഡിന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഏത് വേണമെങ്കിൽ എടുത്തോ. കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു റോബോട്ട് എങ്ങനെയൊക്കെ എവിടെയൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് IR സെൻസേഴ്സ് തൊട്ട് തുടങ്ങാം. 2 സൈഡിലായിട്ട് 2 IR സെൻസേഴ്സ് ഉണ്ട്. ഇത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ നിലത്ത് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചിട്ട് നാവിഗേഷൻ കൊടുക്കുന്നുണ്ടല്ലേ ഓരോ റോബോട്ട്. ഇപ്പോൾ ന്യൂസിലൊക്കെ ഇഷ്ടംപോലെ വരും. ഹ്യൂമനൈഡ് റോബോട്ട്, ഇതൊരു പാത്തുമ്മ റോബോട്ട് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 IR സെൻസേഴ്സ് മതി. അതായത് നാട്ടിൽ ഇത് വാങ്ങിക്കാൻ ഏകദേശം ഒരു 200-250 റുപ്പീസിന് 2 സെൻസേഴ്സ് വെച്ചിട്ട് അതിന് ഓർഡിനോ ബോർഡ് യൂസ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഓൾറെഡി കളർ കോഡ് പ്രോഗ്രാം അതിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ലൈനിനെ ഫോളോ ചെയ്യും. ഓക്കെ, 4 വീലും മോട്ടറും ഈ സെൻസറും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു സാധനത്തിനെയും ഒരു പാത്തിലൂടെ പോകാം. ഇതൊരു ഇൻഡിവിജ്വൽ സിംഗിൾ പ്രോഗ്രാം മോഡാണ്. അതായത് നമ്മൾ ആ സെൻസറിനോട് പറയാണ് കളർ കണ്ടു കഴിഞ്ഞാൽ ലൈൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യും. ഒരൊറ്റ ഫോർമുല സെയിങ് ഓക്കെ ദിസ് ഫോളോ ദ ലൈൻ ഓർ ഫോളോ ദ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കളറിനെ ഫോളോ ചെയ്ത് മൂവ് ചെയ്യും. ദാറ്റ്സ് ജസ്റ്റ് എ 1 പ്രോഗ്രാം. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോബോട്ടിക്സിൻ്റെ 0.00001% പ്രോഗ്രാമാണ്. മനസ്സിലായി? അപ്പം അത്രയും കുഞ്ഞ് പ്രോഗ്രാം വെച്ചിട്ട് തന്നെ പീപ്പിൾ യൂസ് ടു മേക്ക് വണ്ടേഴ്സ് ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദോസ് പീപ്പിൾ. എഫേർട്ട് എടുത്ത് ഇത്രയും നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിച്ചേ പറ്റൂ. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദ വേ മീഡിയ ഓൾസോ കവറിങ് ദം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർക്കും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും, ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് യു നീഡ് ഇൻട്രസ്റ്റ് ടു സ്റ്റഡി. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇതിന് ഇരിക്കരുത്. കാരണം ഇറ്റ് നീഡ്സ് ഇൻട്രസ്റ്റ് ടു ലേൺ. ഡീറ്റെയിലായിട്ട് പഠിക്കാൻ തന്നെ ഉണ്ട് IR സെൻസേഴ്സ്, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇത് ബേസിക്കായിട്ട് ജനറൽ നോളജാണ് നമ്മളിപ്പോൾ പാർട്ട് 3 ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജനറൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് തൊട്ട് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ.
ഇല്ലാന്നുണ്ട് ഡയറക്റ്റ് ഓരോ പ്രോഗ്രാമിങ് അതും പഠിക്കുമ്പോൾ ഇത് എന്തിനു പഠിക്കുന്നു, ഏതിന് പഠിക്കുന്നു, വേർ ഐ ക്യാൻ ഇൻ്റഗ്രേറ്റ് ദിസ് എന്നുള്ളതിന് ഒരു ഐഡിയയും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതുപോലെ പ്രസൻറ്റ് റോബോട്ടിക്സും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഔട്ട്ലൈൻ തരുന്നത്. നമ്മുടെ ഈ ഒരു 4 എപ്പിസോഡ് കഴിഞ്ഞാലാണ് ആക്ച്വൽ സ്റ്റഡീസിലേക്ക് നമ്മൾ പോകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ദ ബോസിനെ പഠിക്കാം, ദ ബ്രെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ ഇതുവരെയുള്ള ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. താങ്ക് യു.